ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. നമ്മളെന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടില്ലാത്തവരോ ഇനി അതേക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ ഇപ്പൊ ഒരു ക്ലാസ്സിനൊന്നും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള കുറച്ചെങ്കിലും കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ പരിചയപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല, ഞാൻ എന്താണോ ഒരു ദിവസം ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എത്തുന്നത്. അപ്പൊ ഇന്ന് ഡിസംബർ 31 നമ്മുടെ നാളെ പുതുവർഷം ആരംഭിക്കുകയാണ് അല്ലെ, 2025. എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ കാണും ഓരോ വർഷം വന്നു ചേരുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് ഈ പുതുവർഷത്തില് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗോൾ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. നിങ്ങളുടെ ആഗ്രഹം എന്തും ആയിക്കോട്ടെ, ചെറുതും വലുതുമായിട്ടുള്ള എന്ത് ആഗ്രഹമാണെങ്കിലും അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് ഒരു ലിസ്റ്റ്, അതായത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഓരോരുത്തരും ഇത്ര ബുക്കുകൾ അല്ലെങ്കിൽ ഡയറി, ഒരു ജേണലായിട്ട് പറയാറുണ്ട്. ഞാനിപ്പോ ഡയറി കാര്യങ്ങളൊന്നും ഉപയോഗിക്കാനില്ല കേട്ടോ, നോട്ട്ബുക്ക് തന്നെയാണ്. അതില് ഞാൻ 2 നോട്ട്ബുക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഗോൾ ലിസ്റ്റ് തയ്യാറാക്കാനായിട്ടുള്ളതും രണ്ടാമത്തത് അഫർമേഷൻ ആൻഡ് സ്വിച്ച് വേർഡ്സ് എഴുതാൻ വേണ്ടിയിട്ടും. ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ മൂന്നാമത് ഒരു നോട്ട്ബുക്ക് കൂടി നമുക്ക് കരുതാം. അതായത് 3 ബുക്കുകൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്ക് പേന, അതിപ്പോ ബ്ലൂവോ ബ്ലാക്കോ ഏതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഞാന് ഗോൾ ലിസ്റ്റ് ഇന്ന് എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2025 എനിക്ക് നേടാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 2024 ഏപ്രിൽ മാസത്തില് ഞാൻ എഴുതി വെച്ചിരുന്ന ഒരാഗ്രഹമായിരുന്നു ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതും അതിലൂടെ വീഡിയോസ് ചെയ്യുന്നതും ഒക്കെ ഏപ്രിലിൽ ഞാൻ എഴുതി വെച്ചതായിരുന്നു. മെയ്യിലാണ് 2024 മെയ് 19 ഞങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, അങ്ങനെയാണ് ക്രേസി കപ്പിൾസിന്റെ ഒരു ആരംഭം അവിടെ നിന്നായിരുന്നു. അപ്പൊ എഴുതി വെക്കുന്ന എന്ത് കാര്യങ്ങളും യാഥാർത്ഥ്യമായി തീരുന്ന ഒരു മിറാക്കിളിനെ കുറിച്ച് ഇതിനു മുമ്പൊക്കെ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആഗ്രഹങ്ങൾ എഴുതി തന്നെ വെക്കണമെന്ന് പറയാൻ കാരണം, വെറുതെ എഴുതുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ, ഗോൾ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, അതായത് സ്പെസിഫിക് ആയിരിക്കണം. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി നമ്മൾ അതിനകത്ത് എഴുതണം. ഉദാഹരണത്തിന്, ഞാൻ ഒരു ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇപ്പൊ ഒരാളുടെ ആഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ എന്ന് പറയുമ്പോൾ അംഗൻവാടി തുടങ്ങി ഈ പറയുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വരെ പ്രൊഫസേഴ്സ് എന്ന് പറയുന്നത് ടീച്ചർ എന്ന ഒരു കാറ്റഗറിയിൽ വരും. അതായത് 5000 രൂപ തുടങ്ങി 5 ലക്ഷം രൂപ വരെ സാലറി വാങ്ങുന്ന കാര്യങ്ങൾ ഈ ഒരു ടീച്ചർ എന്ന് പറയുന്നതിലുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഞാനൊരു കോളേജ് അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നു, അതായത് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അതിൽ തന്നെ പറയാം, അത് സെൽഫ് ഫിനാൻസിങ് ഉണ്ട്, എയ്ഡഡ് കോളേജ് ഉണ്ട്, ഗവൺമെന്റ് കോളേജ് ഉണ്ട്. അപ്പൊ ഞാനൊരു ഗവൺമെന്റ് കോളേജ് അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നു. അത് വന്നപ്പോഴത്തേക്ക് സ്പെസിഫിക് ആയി, വ്യക്തത വന്നു അതിനകത്ത് അല്ലെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അതിനകത്ത് മെഷറബിൾ ആയിരിക്കണം, ആക്ഷണബിൾ ആയിരിക്കണം, അതായത് പ്രവർത്തിക്കാൻ കഴിയുന്നതായിരിക്കണം. നമ്മൾ ചെറിയ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കുമ്പോൾ അമ്പിളിയമ്മാവനെ പിടിച്ചു തരാന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളല്ല, യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നതും പ്രവർത്തിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കണം. ഇതിനൊക്കെ കുറെ പേർക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ മനസ്സിലെ ചിന്താഗതികൾ തന്നെയാണ്. നമ്മളൊക്കെ ചെറുപ്പം തുടങ്ങി കേട്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ, സൊസൈറ്റി തന്നെ നമ്മിലേക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കുറെ തെറ്റിദ്ധാരണകള്. അതായത് എന്താ പറയണേ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ആഗ്രഹിക്കാവുള്ളൂ, അങ്ങനെ ഒരുപാടൊന്നും ആഗ്രഹിക്കാൻ പാടില്ല, അർഹിക്കുന്നതേ ആഗ്രഹിക്കാവുള്ളൂ, ഇങ്ങനെയുള്ളതൊക്കെ അതെല്ലാം തെറ്റിദ്ധാരണകൾ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നതുണ്ടല്ലോ,
ധാരാളമാണ്. ഇവിടുത്തെ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇനഫ്, അബൻഡൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രപഞ്ചം. എടുത്താലും എടുത്താലും തീരാത്ത അത്രയും കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കുറച്ചേ ആഗ്രഹിക്കാവുള്ളൂ എന്നുള്ള ചിന്താഗതി വരണം. പക്ഷെ അങ്ങനെയല്ല. അപ്പോ ഗോൾ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ പുതുവർഷത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കി വെച്ചോളൂ. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്റെ കയ്യിലിരിക്കുന്നത് സാധാരണ ഒരു 200 പേജിന്റെ ഒരു നോട്ട്ബുക്ക് ആണ്. അതില് 2025 ഗോൾ ലിസ്റ്റ് ഇതല്ലാതെ കാണിക്കട്ടെ. ഇപ്പൊ ഒരു മിറർ ഇമേജ് ആയിട്ടായിരിക്കുമല്ലോ കാണുക. അപ്പൊ ഗോൾ ലിസ്റ്റ്, പിന്നെ ഇതിനകത്ത് എഴുതുന്ന കാര്യങ്ങൾക്ക് ഞാനൊരു ടൈം ബോണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ജാനുവരി തുടങ്ങി മെയ് വരെയുള്ള കാര്യങ്ങൾ അതിങ്ങനെ പേജിൽ എഴുതി പോയിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ജൂൺ തുടങ്ങി ഓഗസ്റ്റ് മാസം വരെയുള്ള കാര്യങ്ങൾ, പിന്നെ സെപ്റ്റംബർ തുടങ്ങി ഡിസംബർ വരെ, ഇങ്ങനെ ഞാൻ ഒരു വർഷത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെതായ ആഗ്രഹങ്ങൾ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ എഴുതുമ്പോ നിങ്ങൾക്ക് ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലിയ വലിയ ആഗ്രഹങ്ങളിലേക്ക് എഴുതാം. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ എഴുതുന്ന ആഗ്രഹങ്ങൾ വെറുതെ ഈ ബുക്കിലെ ഗോൾ ലിസ്റ്റ് ആയിട്ട് മാത്രം എഴുതി വെക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അതിന് നേരെ ഇത് കണ്ടോ, ചെറിയൊരു ബോക്സ്, ചെറിയൊരു കോളം അതിന് നേരെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് നടന്നു കഴിയുമ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യും, ടിക്ക് മാർക്ക് കൊടുക്കും. അപ്പൊ ഈ ഗോൾ ലിസ്റ്റിൽ നിന്ന് എടുത്താണ് അടുത്ത ദിവസം തുടങ്ങി ഞാൻ സാധാരണ അഫർമേഷൻസ് എഴുതാറുള്ളത്. അപ്പൊ അഫർമേഷന് വേണ്ടിയിട്ടൊരു ബുക്ക് എടുക്കുമ്പോൾ ഗോൾ ലിസ്റ്റിലെ ആദ്യം തുടങ്ങിയുള്ള ഓരോ കാര്യങ്ങള് അതിലൊരു 5 10 എടുത്തിട്ട് അതിന് അഫർമേഷൻ ആയിട്ട് എഴുതും. അതുപോലെ സ്വിച്ച് വേർഡ്സും, അതേക്കുറിച്ച് ഞാൻ അടുത്ത അഫർമേഷന്റെ വീഡിയോ ഇടുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എങ്കിൽ ഇന്ന് ഡിസംബർ 31 മാക്സിമം ഞാൻ വീഡിയോസ് ഏർലി മോർണിംഗ് തന്നെയായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ദിവസത്തിൽ തന്നെ അത് ചെയ്യാൻ പറ്റുമല്ലോ, അല്ലാതെ തലേ ദിവസം എന്നുള്ളത് വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ 31 തന്നെ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് ഈ 2025 പുതുവർഷത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നേടാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്തെല്ലാം ലഭിക്കണമെന്നുള്ളതാണോ അതെല്ലാം നിങ്ങൾ എഴുതി വെച്ചോളുക. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാം നിങ്ങൾ എഴുതി വെച്ചോളുക. ഇനി അങ്ങനെ എഴുതി വെക്കുമ്പോ ഇപ്പൊ 1-2 പേജിൽ നമുക്കിപ്പോ ഒറ്റയടിക്ക് ഇരുന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ ടൈം ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ച് എഴുതി വെച്ചു. പിന്നെ നമ്മളെല്ലാം ഇപ്പൊ ഓർത്തൊന്നും വരില്ല. അത് കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ പിന്നെ ഒരു കാര്യം വരണത് അപ്പൊ വന്നിട്ട് നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ഇവിടെ എഴുതി പോവുകയും ചെയ്യാം. അപ്പൊ ബാക്കി പേജ് അവിടെ കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ കുറച്ച് പേജ് വിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ഒരു മാസത്തേക്ക് സെറ്റ് ചെയ്ത് ഓരോ മാസത്തേക്കുള്ളതായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു വർഷത്തിലുടനീളം ഉള്ളതായിട്ട് എഴുതാം. അതൊക്കെ തികച്ചും നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കൂ, അങ്ങനെ ഒരു ഗോൾ ലിസ്റ്റ് സെറ്റ് ചെയ്തിട്ട്. പിന്നെ ഗോൾ ലിസ്റ്റിൽ എഴുതുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള അസുഖം ഉണ്ട് എന്ന് വിചാരിച്ചു, എന്തെങ്കിലും അപ്പൊ അത് മാറണം. ഇപ്പൊ അലർജി പ്രോബ്ലം ഉള്ള ഒരാളാണ്. അപ്പൊ ഈ അലർജി മാറണം എന്നുള്ളതാണ് എങ്കിൽ അങ്ങനെ അലർജി അല്ലെങ്കിൽ ഇന്ന അസുഖം മാറണം എന്നുള്ളതല്ല നമ്മൾ അവിടെ എഴുതേണ്ടത്. ഞാൻ പൂർണ്ണ ആരോഗ്യവതി ആയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് പ്രസന്റിലോ പാസ്റ്റിലോ നിങ്ങൾക്ക് എഴുതാം. നമ്മൾ അഫർമേഷൻ എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്, പല രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ അങ്ങനെ ആകണം. ഇതെന്താണെന്നറിയോ, ഈ ഗോൾ ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് പോലെയാണ്, നമ്മൾ ഒരു ഡയറക്ഷൻ പോലെ കൊടുക്കുകയാണ്. ഇത് അഫർമേഷൻ ആകുന്നത് ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു കാര്യം എഴുതുമ്പോൾ അതിനെ നിരന്തരം നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ അത് അഫർമേഷൻ ആയി കഴിഞ്ഞു. ഇത്രയുള്ള വ്യത്യാസം. അപ്പൊ ഗോൾ ലിസ്റ്റിൽ ഞാൻ എഴുതുന്നതെല്ലാം ഒന്നെങ്കിൽ പ്രസന്റ് ആയിട്ടോ അല്ലെങ്കിൽ പാസ്റ്റ് എനിക്കത് ലഭിച്ചു എന്നുള്ള രീതിയിലോ മാത്രമാണ് ഗോൾ ലിസ്റ്റിൽ എഴുതുക. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം വിശ്വാസമാണ്. ഒരു കണിക പോലും ഇതൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ, നടക്കുവോ എന്ന സംശയം അവിടെ ഉണ്ടെങ്കിൽ, അത് എന്ത് പ്രവൃത്തിയിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും സംശയത്തിന്റെ ഒരു കണിക ഉണ്ടെങ്കിൽ നമുക്കത് ഡിലേ ആകും, ആ ഒരു പ്രോസസ്സ് ഡിലേ ആകും. കാരണം ഇതൊക്കെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന കുറെ ടെക്നിക്കാണ്. നമ്മൾ നമ്മുടെ മനസ്സിനോട് ആവർത്തിച്ചു കൊടുക്കുന്ന ചിന്തകളും ആവർത്തിച്ചു കൊടുക്കുന്ന ചൊല്ലുകളും
ഇത് രണ്ടും യാഥാർത്ഥ്യമായി തീരും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ആകർഷണ നിയമത്തിൽ അങ്ങനെയാണല്ലോ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്തിനെ കുറിച്ചാണോ നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനെ കുറിച്ചാണോ നമ്മൾ ഫീലോടുകൂടി, ആ ഫീലിങ്സ് വരുമ്പോൾ പെട്ടെന്ന് ഇത് മാനിഫെസ്റ്റ് ആകും. ഓക്കെ, അപ്പൊ നമുക്കൊരു ഭയം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാകുമ്പോൾ ഭയം എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അത് അവിടെ വർക്ക് ചെയ്യുന്നത്. സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ സന്തോഷം വരുമ്പോഴത്തെ ഒരു കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ബോഡിയിൽ വരുന്ന കുറെ ഹോർമോൺസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇതൊക്കെ വരുമ്പോഴാണ് നല്ല നല്ല പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ഇതിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്ത് കാര്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് തയ്യാറെടുപ്പ് വേണം. നമ്മൾ ഒരു 21 ദിവസത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു ഗോൾ ലിസ്റ്റിലെ കാര്യങ്ങൾ ഒന്ന് കാണിച്ചു തരാം. കാരണം എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നും വായിക്കാനോ എല്ലാം നിങ്ങളെ കാണിക്കാനായിട്ടോ എനിക്ക് അത് ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവില്ല പ്രൈവസി എന്ന് പറയുന്നത്. നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങള് നമ്മൾ തന്നെയാണ് ഇത് വായിച്ചു നോക്കുകയും നമ്മൾ തന്നെയാണ് ഇത് എഴുതുകയും ചെയ്യുന്നത്. അതൊരു പബ്ലിക് ആക്കുന്നതിനോട് എനിക്കൊരു എന്താ പറയാ ഒരു മടിയുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ എന്റേതായ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് എനിക്ക് എന്തൊക്കെയാണോ നേടാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ലക്ഷ്യമിട്ടിരിക്കുന്നത്, അത് ഞാൻ ഇതിൽ എഴുതി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നിങ്ങളും സെറ്റ് ചെയ്യൂ. ഇനി അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങൾ എഴുതുന്നതിലുണ്ട് എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഗോൾ ലിസ്റ്റ് സെറ്റ് ചെയ്തു. നാളെ തുടങ്ങി നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ചെയ്തു പോകാം. അപ്പോ എല്ലാവർക്കും ഇനി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. കാരണം എന്താ വെച്ചാൽ ഇനി നിരന്തരം നമ്മൾ വീഡിയോസ് ഇതേക്കുറിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷനും കൂടി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നാളെ ലോ ഓഫ് അട്രാക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.